നമുക്ക് ഒരു വാക്യം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഒരുപാട് പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള ഒരു വചനമാണെങ്കിലും ദൈവം തന്ന ഒരു പുതിയ സന്ദേശം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Let's read Job 14 verse 7. Though I've spoken about this many times here, I wish to share something the Lord spoke to me. Renewal and resurrection are coming into your life. ഒരു പുതുക്കവും ഒരു ഉയർത്തെഴുന്നേൽപ്പും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുകയാണ്. Renewal and resurrection is coming into your life. ഒരു പുതുക്കപ്പെട്ട അനുഭവം, ഒരു റിസറക്ഷൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം ദൈവം ഇന്ന് തരാൻ പോകുകയാണ്. Today the Lord is going to give you an experience of renewal and resurrection in your life. നിങ്ങൾ അത് കേട്ടുകൊണ്ട് പോകുന്നവരല്ല, നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാൻ പോവുകയാണ്. You're not just going to hear it and go back, but you're going to taste and experience that renewal in your life. കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച ഇവിടെ ട്രിവാൻഡ്രത്തു നിന്നൊരു ഫാമിലി വന്നിരുന്നു. ആ ഫാമിലി വന്നിട്ടുണ്ടോ? 2 weeks ago a family from Trivandrum came here. Are you here now? ആ ഫാമിലിയോട് അവരുടെ മകന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ പഠിത്തം മുടങ്ങി കിടക്കുകയായിരുന്നു. ഇവിടുന്ന് പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് സർട്ടിഫിക്കറ്റ് അവിടെ ചെല്ലാതെ അവരയച്ചു കൊടുത്തു. So to that family I spoke about one of their certificates were blocked and they were not receiving it. But after going from here, within 3 days, they themselves called and gave the certificate. They didn't even have to go to the office. എത്ര വർഷം കൊണ്ടാണ് അത് അവിടെ ഇരുന്നേ? How many years was it blocked? 3 years. മുടങ്ങിയിരുന്ന സർട്ടിഫിക്കറ്റ് ദൈവം റിട്ടേൺ ചെയ്തു. The certificate which was blocked for 3 years, God supernaturally brought a miracle. ഇരുന്നാട്ടെ, ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. God is a God who does miracles. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ദൈവവചനം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തന്ന ഒരു വചനമാണ് ഇവിടെ വായിച്ചത്. ഇയ്യോബ് 14:7. അത് മലയാളത്തിൽ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിൻ്റെ മണ്ട വെട്ടിയാലും അത് പൊട്ടിക്കിളിർക്കും, കാരണം അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ആഴത്തിലേക്ക് പോവുകയാണ്. Yesterday and today as I was meditating on the word, God gave me this verse. That's the verse we read today. It is Job 14:7. At least there is hope for a tree. If it is cut down, it will sprout again, and its new shoots will not fail. നാം എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു അതനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. How we declare in our life, according to that the Lord will do miracles in our life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതൽ നിങ്ങൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു അതനുസരിച്ച് വിടുതൽ നടക്കാൻ പോകുകയാണ്. In your life, how you are going to declare in your life, according to that the deliverance will happen in your life. ഞാൻ 70% ആൾക്കാരെയും അവൻ അത് ഡിക്ലെയർ ചെയ്യുകയല്ല, അവൻ ഡിസ്കറേജ് ചെയ്യുന്നവരെ കണ്ടിട്ടുള്ളത്. ഇന്ന് പകൽ ഡിസ്കറേജ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല, അവൻ അത് ഫെയ്ത്തിൽ ഡിക്ലെയർ ചെയ്യുന്നവരായി നാം തീരേണ്ടത് ആവശ്യമാണ്. 70% of the people I see are not people who declare in faith, they discourage. But now you have to be people who declare the word of God. കഴിഞ്ഞ സൺഡേയിൽ 3000-4000 പേരുള്ള ഒരു ചർച്ചിലാണ് ഞാനും രാജായും അവിടെ പോവുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. അന്ന് വയറ്റിനകത്ത് വലിയൊരു മുഴ വളർന്നു വരുന്ന ഒരു സഹോദരൻ ആണാണ്. ആ സഹോദരന്റെ പേര് ദൈവം വിളിച്ചു. അദ്ദേഹം അവിടെ മറിഞ്ഞു വീണു. ഈ അസുഖം ഉണ്ടെന്നൊന്നും അറിയത്തില്ല, അത് പറഞ്ഞുമില്ല. എഴുന്നേറ്റ് കഴിഞ്ഞ് തൻ്റെ ആ വലിയ വെയിറ്റ് പോയതുപോലെ തോന്നി. 3 ദിവസം മുമ്പ് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പിണ്ഡം തൻ്റെ വയറ്റിനകത്തില്ല എന്ന് ഇന്നലെ എനിക്ക് മെസ്സേജ് വരുവാനിടയായി തീർന്നു. Last Sunday I went to minister at a church in Chennai which has around 4,000 people. So there I called out the name of a person and he had a growth in his stomach. But after that experience 3 days ago he went and checked
and he was supernaturally healed, and he called me and informed me. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ നിങ്ങൾ എന്ത് പറയുന്നു, നെഗറ്റീവ് ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു, പോസിറ്റീവ് ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു. ഇന്ന് പകൽ കുറ്റം പറച്ചിലിന്റെ ആത്മാവിനെ മാറ്റി വിശ്വാസ കണ്ണാൽ ചിലത് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവിക വിടുതലുകൾ നടക്കുന്നു. Whatever you say is going to be manifested in your life. If you declare negative, it will happen. If you declare positive things, it will happen. Today, let's change and remove that spirit of complaining and murmuring, and let's speak with the spirit of positivity and faith. നിങ്ങളുടെ വിഷയത്തിൽ ഡെഡായി കിടക്കുന്ന വിഷയത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ പോകുകയാണ്. In your life, whatever issue is there which is dead and not having any growth, there is going to be a resurrection for that. അതിൽ ഒരു വലിയ പുതുക്കം സംഭവിക്കാൻ പോകുകയാണ്. A great renewal is going to happen in that area of your life. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ചില യാഥാർത്ഥ്യമായ അവസ്ഥകളിൽ നിന്ന് ദൈവം ഒരു വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. There are certain things you're experiencing in your life, certain negative situations. From there, the Lord is going to shift it into certain positive realities. The reality of being cut down, വെട്ടിക്കളഞ്ഞിരിക്കുന്ന അവസ്ഥകളുടെ യാഥാർത്ഥ്യത്തിന്മേൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. In the situations of your life where you're experiencing the difficulty and the reality of being cut down, God is going to do some miracles there. ഒരു വൃക്ഷം നിൽക്കുകയാണ്, A tree is standing. എന്നാൽ അതിന്റെ കൊമ്പുകൾ വെട്ടിക്കളയുന്നു. However, the branches will be cut down. ആ കൊമ്പിനകത്ത് ആ വൃക്ഷത്തിന്റെ ഫ്രൂട്ട് സമ്പത്താണ്, അത് ആദ്യം വെട്ടിക്കളയുന്നു. The fruit of that tree is a positive thing, and that is being cut down. അവൻ അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്നു. Its beauty is being lost. അവൻ അതിന്റെ വിലകൾ നഷ്ടപ്പെടുന്നു. Its value is being lost. അതിന്റെ നെയ്യും നഷ്ടപ്പെടുന്നു. Its name is being lost. അവസാനം ആ വൃക്ഷത്തിന്റെ കുറ്റി മാത്രം ശേഷിക്കുന്നു. Then ultimately only the stump of the tree remains. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു നിങ്ങളുടെ ഫലത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ഫിനാൻസിനെ, നിങ്ങളുടെ ജനറേഷൻ ബ്ലെസ്സിങ്സിനെ വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ ഒരു കുറ്റി മാത്രം ശേഷിക്കുന്നു. ഒരു റിസൾട്ടും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് അതിന് തളിരിലകൾ ഇടാൻ പോകുകയാണ്. Today in your life, the enemy may have cut down every blessing and health and goodness in your life. Now only a stump remains. However, there is going to come a difference in your life today. ആമേൻ. Hallelujah. നിങ്ങളുടെ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടോ? Are you able to see it with your eyes? വെട്ടിക്കളഞ്ഞ കുറ്റിയിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കാട്ടെ. നോ ഹോപ്പ്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു കുറ്റി. ഇതേപോലിരുന്ന നിങ്ങളിൽ ചിലരെ തളിരിടാൻ, വളരാൻ, പടർന്നു പന്തലിക്കാൻ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, ഫലവത്തായി തീരാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇനി ഉള്ളതിന്മേലും ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. Look at your life. There are many areas of your life where only a stump remains, and many of you were like that. But the Lord has done miracles in your life, and He's going to continue to do that again. കർത്താവിനോട് പറയുന്നു, തലമുറയെ കുറിച്ച് ആര് ഭാരത്തോടെ ഇന്നിവിടെ വന്നിട്ടുണ്ട്, ആ കുടുംബത്തിനകത്ത് നിങ്ങളുടെ തലമുറയെ ശത്രു വെട്ടി എന്ന് തോന്നിയാലും ഇല്ല, അത് പൊട്ടി കിളിർക്കാൻ പോകുകയാണ്. The Lord is telling me, whoever is in this room who's worrying about your generations and your children, you're worrying that Satan has destroyed them, but the Lord is saying no, He will bless them and restore them. ഇന്ന് കർത്താവിനോട് രാവിലെ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞതാണ്, ജനറേഷന്റെ മേൽ ഈ പ്രസംഗം കഴിയുമ്പോൾ ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങാൻ പോകുകയാണ്. Today morning as I was in prayer, the Lord spoke to me and said, upon the generations, a blessing is going to be released after today's sermon. ആമേൻ. നാം ആമേൻ ജീവിതത്തിൽ പല സഫറിങ്സിലൂടെ കടന്നുപോയെന്ന് വരാം. In our life we may go through many sufferings. തകർച്ചകളിലൂടെ പോയെന്ന് വരാം. We may go through a lot of losses. ആമേൻ. തകർച്ച, Defeat. ഡിഫീറ്റിലൂടെ നാം പോകേണ്ടി വരാം.
ലോസസിലൂടെ നാം പോകേണ്ടി വരാം. We may have to go through a lot of losses and defeat. ആമേൻ. ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? What happened in the life of Job? ഒരു വീട്ടിൽ ഒറ്റ ദിവസം 10 ഡെഡ് ബോഡികൾ ഇരിക്കുകയാണ്. In a single day, 10 people were dead in ആ Job's family. വീടിനെ നോക്കി എല്ലാവരും എന്തെല്ലാം പറഞ്ഞു കാണും. What and all things people would have said looking at Job's നാം family. മനസ്സിലാക്കേണ്ടത് 2 തരത്തിലെ കഷ്ടങ്ങളുണ്ട്. We must understand that there are 2 kinds of sufferings in our life. ഒന്ന്, നാം വിശ്വാസത്തിൽ അല്ലാതിരിക്കുമ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള തകർച്ചയും, വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ വിശ്വാസത്തിൽ നിലനിർത്താനും വളർത്താനുമുള്ള കഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. The first kind of struggles is the one where we are not in the faith, we are away from God, and for us to come to the Lord, there are such sufferings. But there are other sufferings which want to sustain us in our faith. വിശ്വാസത്തിൽ വന്നവര് ആമേൻ പ്രത്യേകം ഓർത്തോണം, നിങ്ങൾക്ക് വന്ന കഷ്ടവും ഡിലേസും നിങ്ങളെ വീണ്ടും കർത്താവിനോട് അടുപ്പിക്കാനും പ്രാഗൽഭ്യമുള്ളവരായി നിർത്താനുമാണ്, യഥാസ്ഥാനപ്പെടുവാനുമാണ്, നിങ്ങളുടെ ജീവിതത്തെ ടെസ്റ്റ് ചെയ്യുവാനുമാണ്. You believers, you must understand that the struggles and the delays and losses you are going through in life right now is in order to strengthen you, mature you, and sustain you in the faith. ഇപ്പോൾ ഈ വിശ്വാസത്തിൽ വന്നിട്ടും കഷ്ടത മാറിയില്ല എന്നുള്ള പിറുപിറുപ്പ് പറയരുത്. കർത്താവേ, എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാ ഈ ശോധന എന്ന് ഞാൻ അറിയുന്നു എന്ന് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അത് വില വർദ്ധിപ്പിക്കാനാ, ശ്രേഷ്ഠതയിൽ കൊണ്ടുവരാനാണ് എന്നുള്ള കാര്യം നാം മറക്കരുത്. You must never say that, Lord, even after I came to the faith, even after I'm following God, I'm having a lot of sufferings. No, instead you must understand that these sufferings are in order to purify me, strengthen me, and build me up in the faith. ഇന്ന് പകൽ ജനറേഷന്റെ മേൽ ഒരു കുടുംബമല്ല, 2 കുടുംബമല്ല, 3 കുടുംബമല്ല, 4 കുടുംബമല്ല, ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ചില കുടുംബങ്ങൾ നിങ്ങളുടെ ബുദ്ധിപരമായി പലതും ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, അസാധാരണമായ ചില വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി, ജനറേഷന് വേണ്ടി ദൈവം ചെയ്യാൻ പോകുകയാണ്. Today morning, a great deliverance is coming upon your generations. Not 1 or 2 families, but upon many families, the Lord is going to do something great upon your generations. ചില ഫാമിലിയിൽ ഭരിക്കുന്ന ഡിപ്രഷൻസ്, some depression spirits which are ruling over certain families. ചില ഫാമിലിയിൽ ആമേൻ ആമേൻ ചില സിക്നസ്, ആമേൻ മറ്റു ചില ഹോർമോൺ സിക്നസ്. In some families you are experiencing some hormonal problems and sicknesses. ആമേൻ ചില ഫാമിലിയിൽ ചില ഡിസ്ട്രാക്ഷൻസ്. In some families you are experiencing distractions. ചില ഫാമിലിയിൽ ചിലത് നടക്കേണ്ട സമയത്ത് നടക്കാതെ ചില ഡിലേസ്. In some of your families you are having some delays, and what is needing to happen is not happening at the right time. ആമേൻ. നിങ്ങൾ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് വേദനയിലൂടെ പോകുമ്പോൾ കർത്താവ് പറയുന്നു, ഇന്ന് അതിന്മേൽ വെട്ടിയിരിക്കുന്ന ആ കുറ്റി, അതിൽ നിന്ന് ചില മുളകൾ പൊട്ടി കിളിർക്കാൻ പോകുകയാണ്. As you are worried and stressed and going through a lot of pain, the Lord is saying that empty stump is going to produce fruit, and you're going to see the blessing of the Lord in your life. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. For a fruit, for a tree, there is a hope it has. അതിന്റെ മണ്ട വെട്ടിയാലും അതിന്റെ വേര് വെള്ളത്തിലോട്ടാകയാൽ അത് പൊട്ടിക്കിളിർക്കും. Even if it is cut down, it will sprout again, because its roots are into the soil, it will grow again. പൊട്ടിക്കിളിർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? What should be done if it has to grow? നമ്മുടെ വേര് ആമേൻ ആഴത്തിൽ, ആമേൻ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അവിടുന്ന് മുളകൾ പൊട്ടിക്കിളിർക്കുന്നത്. What must we do for our fruits to grow in our life? Our roots must go deep in our relationship with God. Then is when the fruit will produce in our life. നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകളിലൂടെ നിങ്ങൾ പോകേണ്ടി വരും.
In your life, you may have to go through some lonely situations. റിജക്ഷനിലൂടെ പോകേണ്ടി വരും. You may have to go through rejections. ആമേൻ. നിങ്ങളെ ചവിട്ടി കളഞ്ഞെന്ന് വരും. Some people may reject you. ആമേൻ. നിങ്ങളെ ശപിച്ചെന്ന് വരും. Some people may have cursed you. പക്ഷേ കർത്താവ് പറയുന്നു, വെട്ടിയതെന്ന് ആ വെട്ടിയ സ്ഥാനത്തുനിന്ന് അനേക മുളകൾ ആമേൻ പുറത്തേക്ക് വരാൻ പോകുന്നു. But the Lord is saying, from that place in your life where you experience loss, a lot of fruit and blessing is going to come out. ഇന്ന് പകൽ ഇതിനകത്ത് ചിലര് എല്ലാം ഡിലേ ആയതിന്റെ കണക്കുകൾ പറയുന്നു. കല്യാണം ഡിലേ ആയി, ജോലി ഡിലേ ആയി, പഠനം ഡിലേ ആയി, ആമേൻ. തലമുറ ജനിക്കുന്നത് ഡിലേ ആയി. ഡിലേ 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 ഡിലേ. ഈ കണക്ക് മാത്രം പറയുന്ന മണ്ഡലത്തിൽ നെക്സ്റ്റ് സൺഡേക്ക് മുമ്പ് ഒരു വടി ആമേൻ തളിർത്തതുപോലെ ചില വടികൾ തളിർക്കാൻ പോകുകയാണ്. Many of you today are saying, Lord, there's a lot of delay, a lot of loss in my life. That's all you can see. However, just like a rod has blossomed in the case of Aaron's rod, by next Sunday you're going to see some fruit in your life. ആമേൻ. ദൈവം ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. The Lord is going to do some great things. ആമേൻ. ഞാൻ ആത്മാവിൽ കാണുന്നു ചില മുളകൾ വരുന്നു. In the spirit I am seeing certain fruit is being produced. നിങ്ങളുടെ ഭാവിയിൽ ഒരു മുള വരാൻ പോകുന്നു. Certain shoots are going to be produced in your നിങ്ങളുടെ future. മിനിസ്ട്രിയിൽ ഒരു മുള വരാൻ പോകുന്നു. In your ministry some fruit is going to be നിങ്ങളുടെ produced. ബിസിനസ്സിൽ ഒരു മുള വരാൻ പോകുന്നു. In your business some shoots are going to grow നിങ്ങളുടെ out. തലമുറയുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പണത്തിനകത്ത് ഒരു മുള വരാൻ പോകുന്നു. Related to your generation's education, some blessing is going to come forward. കർത്താവ് എന്നെ മുള കാണിക്കുന്നു. The Lord is showing me some shoots. ഇന്ന് രാവിലെ പ്രസംഗിച്ചതും അത് തന്നെയാ. അതിനോട് കർത്താവ് കണക്ട് ചെയ്യുന്നു. ഒരു മുള നീ വിശ്വസിച്ചാൽ ഈ മുള അത്ഭുതങ്ങളുടെ മുളയായി ദൈവം അതിനെ മാറ്റാൻ പോകുകയാണ്. The Lord is showing me a shoot, and that is what I preach today. The Lord is connecting to that and saying, if you believe today, you will see some shoots produced in your life. നിങ്ങൾക്ക് ഈ ദൂത് ചാടി പിടിക്കുവാൻ കഴിയുമോ? This prophetic word, are you able to jump ഇത് and receive നിങ്ങൾക്ക് it? എത്തിപ്പിടിക്കാൻ കഴിയുമോ? Are you able to hold fast to the word? ഇന്ന് പകൽ തലമുറയുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന യോക്ക് ദൈവം ഒടിക്കുകയാണ്. Today morning, the Lord is destroying every yoke upon your generation's life. റബഖലബ ഒരു റിന്യൂവൽ ആൻഡ് റിസറക്ഷൻ റീസ്റ്റോർ ഇതെല്ലാം സംഭവിക്കാൻ പോകുകയാണ്. A renewal and a restoration and a resurrection is happening in your life right now. ഇന്ന് പകൽ കർത്താവ് ചിലത് റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. Today morning, the Lord is going to restore certain things. ആമേൻ. റീസ്റ്റോർ ചെയ്യാൻ The പോകുകയാണ്. Lord is going to restore. ആമേൻ. റീസ്റ്റോർ ചെയ്യാൻ പോകുന്നു. The Lord is going to restore. ഇന്ന് പകൽ പല ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി ഒരേ വേദനയിൽ പോകുന്നു. എന്നാൽ ഇന്ന് ആരാധനയിൽ ഈ വചനം സ്വീകരിക്കുമ്പോൾ അത് റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. For the past many months and years, you're going in a season of dryness. But in this worship session, as you receive this word, you're going to receive the blessing of the Lord in your life. ഊരാബാലബ ശമ്പൽ പ്രവാദന ഊരബഖലരബലരബലരബ ഊരാബഖലബഖലബ ശംദലബഖലരബരബരബരബ. ഒരു വലിയ മാറ്റം. A great change. ആമേൻ. ഒരു പുതുക്കപ്പെട്ട അനുഭവം, An experience of renewal. ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് A transformation is coming into your life. നടക്കാൻ പോകുകയാണ്. It's going to happen in your life. നിങ്ങൾ ഈ വചനം സ്വീകരിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. As you receive this word, changes will happen in your life. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം വലിയ മാറ്റങ്ങൾ കൽപ്പിക്കുന്നു. The Lord will command great changes. കർത്താവ് എന്നോട് പറഞ്ഞു, ചില വ്യക്തികളുടെ വിഷയത്തിന്മേൽ വിടുതൽ കൊടുത്ത്, ജനറേഷന് വിടുതൽ കൊടുത്ത്, വാതില് തുറന്ന് ചില എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ചിലതിൽ പാസ്സായി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്ന് ജോലിയിലേക്ക് ദൈവം പ്രവേശിപ്പിക്കാൻ പോകുകയാണ്.
The Lord is telling me in certain situations of your life, related to your studies, certain exams you've written, but the ways are blocked. The Lord is going to open doors and ways and give you a job and the next step in your life. Oh, hallelujah. 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 നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ പിറുപിറുക്കരുത്. In the difficulties you experience in life, do not murmur and ഒരു complain. മനുഷ്യന്റെ രോഗം എന്താ വന്നതെന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ മരണം നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജീവന്റെ ഉടയവനും സൗഖ്യം തരേണ്ടതും മനുഷ്യനല്ല, നമുക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ചൊരിഞ്ഞ യേശുവാണ്. We don't know why certain people died, why certain people have sicknesses. We don't have the power to question that. But God is the author of life and death. ഹല്ലേലൂയ. Hallelujah. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നു. In the life of disciples, they had a lot of suffering. പത്രോസിനെ അവർ തല കീഴായി ക്രൂശിച്ചു. Peter was crucified upside down. അവൻ പത്രോസ് കള്ളനായതുകൊണ്ടാണോ അവനെ ക്രൂശിച്ചത്? Did they crucify Peter because he was a thief? അവൻ കർത്താവിന് വേണ്ടി നേരെ നിന്നതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു. But because he stood strong for the Lord, they crucified him. ആമേൻ. സ്തോത്രം. പൗലോസിന്റെ തല വെട്ടി. Paul was beheaded. ആമേൻ. അവൻ കുറ്റക്കാരനായതുകൊണ്ടാണോ തല വെട്ടിയത്? Did they cut his head off because he was a criminal? അവൻ യേശുവിനെ പ്രസംഗിച്ചതുകൊണ്ട് അവന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. But he had to give away his life because he preached Jesus Christ. ഇന്നും അനേകരും മരിച്ചുകൊണ്ടിരിക്കുന്നു. Today many people are dying. ഒരു കാര്യം ഞാൻ പറയാം. I will say one thing to you. ക്രിസ്തുവിന് വേണ്ടി മരിച്ചതുകൊണ്ട് ശാപമല്ല, ക്രിസ്തുവിന് വേണ്ടി മരിച്ചത് അത് വിജയത്തിന്റെ കൊടിയാണ്. Let me tell you one thing, if you die for Christ, it is not a loss, it is a blessing. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, മരിക്കുക എന്നുള്ളത് ഒരു അഭിമാനമാണ്. Yes, it is a great honor to live for Christ and to die for Christ. മത്തായി എങ്ങനെ മരിച്ചത്? How did Matthew the apostle die? എത്യോപ്യയിൽ ചെന്ന് അവനെ വാളുകൊണ്ട് കൊല്ലുകയായി. In Ethiopia he was killed by the sword. അവൻ ചില വാളുകൾ നമുക്ക് നേരെ ഉണ്ട്. There are some swords standing against us. അവൻ ദൈവം ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. However, the Lord is going to do some great things. നിങ്ങളുടെ ശുശ്രൂഷ പഴയ പാരമ്പര്യം പോലെ കസേര പറക്കാതെ വന്നിരിക്കുന്ന രീതി മാറ്റി ആത്മാവിൽ കത്തിജ്വലിക്കുന്ന ഒരു അനുഭവത്തിൽ നിങ്ങൾ എത്തണം. Each of you must get out of your traditional ways and mindsets, not just staying into the old ways, but get in the spirit and be on fire for God. നമ്മുടെ ജീവിതത്തിൽ ആമേൻ എല്ലാം തികഞ്ഞു, സർവജ്ഞപീഠം കേറി എന്നും പറഞ്ഞിരിക്കുന്ന സ്വഭാവം മാറ്റി ക്രിസ്തു നോക്കുമ്പോൾ വട്ടപൂജ്യമാണ് നിങ്ങൾക്ക് എനിക്കും വെച്ചിരിക്കുന്നത്. വട്ടപൂജ്യമായിട്ട് പോകരുത്, ആത്മാക്കളെ നേടുന്നവരായി മാറണം. You must not have the mindset that I know everything and I have achieved everything. However, you must become humble and we must check ourselves in the sight of God and accomplish everything that the Lord has for us. വെട്ടിക്കളഞ്ഞതല്ലോ പൊട്ടിക്കിളിർക്കാൻ പോകുകയാണ്. Whatever has been cut down is going to grow back. നിങ്ങളുടെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ശക്തി, വില നിങ്ങൾ തിരിച്ചറിയണം. You must understand the value and the price of the anointing that the Lord has given you. Hallelujah. 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 Number 2, God's assurance of restoration and resurrection. നഷ്ടപ്പെട്ടത് മടക്കി തരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. Yes, God's promise of restoration and resurrection. നിങ്ങളുടെ നന്മ ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ, If anybody destroys your goodness in life, അവൻ ദൈവം നമുക്ക് അതിന്റെ 10 ഇരട്ടി മടക്കി തരും. then the Lord will restore that you 10 times. നിങ്ങളെ വിളിച്ച ഒരു വിളിയുണ്ട്. There is a calling upon your life. ദൈവം വിളിച്ചത് ആത്മാക്കളെ നേടാനാണ്. The Lord has called you to win souls. അവൻ നമ്മുടെ ജീവിതത്തിൽ ആത്മാക്കളെ നേടാനുള്ള ഒരു വാഞ്ച ഉണ്ടാകണം. In our life there must be a desire and a hunger to win souls for Christ. എന്താണ് ഇവിടെ വായിച്ചത്? What did we read over here? ആമേൻ. ഇവിടെ God's assurance of restoration and resurrection, നഷ്ടപ്പെട്ടത് മടക്കി തരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. Yes, we see God's assurance and promise of resurrection and restoration. യോബേൽ 2:25 ഒന്ന് വായിച്ചാട്ടെ. Read Joel 2 verse 25. ആ മഹാസൈന്യമായ വെട്ടുക്കിളിക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന വെട്ടുക്കിളിയും
തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. I will repay you for the years the locusts have eaten, the great locust and the young locust, the other locust and the locust swarm. എന്ന് പറഞ്ഞാൽ എന്നും നിങ്ങൾ ആ തകർന്ന അവസ്ഥയിൽ ഇരിക്കത്തില്ല. നിങ്ങളെ സ്വർഗത്തിലെ ദൈവം റീസ്റ്റോർ ചെയ്യും. Which means forever you're not going to stay in that place of brokenness and lack. The Lord of heaven will restore you. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഡ്രീംസ് ഉണ്ട്. In your life there are many dreams that you have lost. നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ, Dreams that you have lost in life. നഷ്ടപ്പെട്ട റിലേഷൻഷിപ്പ്. Relationships that you have lost in life. ഈ കഴിഞ്ഞ ആഴ്ചയിലും കൂടെ പിരിയാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തവര് കഴിഞ്ഞ ആഴ്ച വീണ്ടും ചോദിച്ചു. Even a family which was deciding to get divorced, even last week they got restored. അവൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. 3-4 days ago I laid my hands on them and prayed and sent them. അവൻ ഈ പുൾപിറ്റ് കേറിയാൽ ഡിവോഴ്സ് ക്യാൻസൽ ആണ്. If you get on this pulpit, divorce will be cancelled. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. The Lord will do some things for you. നിങ്ങൾ ഇത് ഡെയിലി കണ്ടോണ്ടിരിക്കുന്നതാണ്. You are seeing that daily. ആമേൻ. Amen. ആമേൻ. ഫേസ്ബുക്കിലും വാർത്തയിലും ഇല്ലെങ്കിലും ഇതെല്ലാം നടക്കുന്ന സംഭവങ്ങളാണ്. Even though it's not on Facebook and other news, these miracles really happen. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭംഗിയായി ചെയ്യും. When God does certain things, He will do it perfectly. ഈ സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി സഭ തിരിച്ചറിയണം. The church must understand the power of prayer. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ പോലും ആമേൻ വ്യക്തികളെ അറിയാതെ ദൈവം ആ വ്യക്തികൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. You prayed for certain things, and without you knowing itself, the Lord will do miracles in their life. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? Are you able to believe it? ഡോക്ടർ കുഞ്ഞ് ഇനി വേണ്ട എന്ന് പറഞ്ഞാലും ദൈവം കുഞ്ഞിനെ തരാൻ പോവാ. Even if the doctor says you cannot have a child anymore, the Lord is going to give you a child. അത് ഡോക്ടറുടെ ആമേൻ മെഡിക്കലിലാ പറഞ്ഞിരിക്കുന്നത്. Doctor said that according to his medical science. ഹല്ലേലൂയ. Hallelujah. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. God is a God who does miracles. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം ആമേൻ വെക്കുന്ന സമയമാണ്. In your life, this is the time that the hand of the Lord is coming upon you. ഹല്ലേലൂയ. Hallelujah. ഈ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞെങ്കിലും കർത്താവ് ചവിട്ടിക്കളഞ്ഞില്ല. Even though Peter denied Jesus, Jesus did not throw Peter away. ഈ കർത്താവിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, If you think what is the behavior of Jesus, പത്രോസ് യേശുവിനെ വിട്ടുപോയി. Peter left Jesus and went. പക്ഷേ പത്രോസിനെ യേശു ചേർത്ത് പിടിച്ചു. But Jesus went and held Peter. യേശു ചോദിക്കുക, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? Jesus asked Peter, do you love me more than all of them? 3 times ചോദിക്കുകയാണ്, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? Jesus asked Peter 3 times, do you love me more than them all? അവൻ പത്രോസിന് മാറാൻ പറ്റിയില്ല. Peter could not go away. ഒന്ന് അവനെ സ്നേഹം കൊണ്ട് റീസ്റ്റോർ ചെയ്തു. Jesus restored Peter through love. എന്നിട്ട് അവന്റെ വിളിയിലേക്ക് അവനെ റീസ്റ്റോർ ചെയ്തു. Then he restored Peter to his calling. ഒന്ന് സ്നേഹം കൊടുത്ത് അവൻ പോയ സ്ഥാനത്തുനിന്ന് അവനെ മടക്കി കൊണ്ടുവന്നു. Firstly, Jesus gave him love and restored him back to the position from where he left. രണ്ടാമത് ആ സ്നേഹം കൊടുത്തിട്ട് പറഞ്ഞു, നീ മനുഷ്യനെ പിടിക്കുന്നവരാകാൻ പോകുന്നു. Then he gave him his love and said, you are going to catch people. നിങ്ങളുടെ ദേഷ്യവും കഠിന വർത്തമാനവും പലരെയും തകർത്തിട്ടുണ്ട്. എന്നാൽ സ്നേഹം കൊടുക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? Your anger and your harsh speaking has destroyed many people's life. But how many of you are able to give love to others? എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു? How are you able to love people? നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? Are you able to love people? സ്നേഹമുണ്ടെങ്കിലല്ലേ അടുത്ത സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂ. Only if you love people can you pray for them. സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അധികം പറയുന്നത്. It is because we don't love people that we say things against them. ക്രിസ്തുവിന്റെ സ്നേഹം ഭയങ്കരമാണ്. The love of Christ is very powerful. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. I will say one thing to you. നിങ്ങളെക്കാളെല്ലാം അധികം എന്നെ സ്നേഹിച്ചത് എന്റെ യേശുവാണ്. More than all of you, Jesus is the one who loved me more. ഉറപ്പാണ്. I am very sure. എന്റെ യേശുവിന്റെ സ്നേഹം ഭയങ്കരമാണ്. The love of Jesus is very powerful. യേശുവിന്റെ സ്നേഹം ഭയങ്കരമാണ്. Jesus' love is very powerful. ആ സ്നേഹത്തിൽ നമുക്ക് പോകാൻ പറ്റുകയില്ല. Yes, we cannot depart from that love. നിങ്ങൾ എല്ലാരും പോയാലും Even if all of you leave, യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ
If Jesus is with me, യേശു എന്നെ സ്നേഹിപ്പാനുണ്ടെങ്കിൽ if Jesus is with me to ആ love me, സ്നേഹമാ ഭയങ്കരം. that love is powerful. ഹല്ലേലൂയ. Hallelujah. കർത്താവ് പറഞ്ഞത് 40 വയസ്സ് വരെ കൂടിയിരിക്കാം, അടുത്ത 40 വയസ്സ് നീ പ്രായമാകുമ്പോൾ തള്ളുവെന്നല്ല, നീ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും അത്രയും കാലം ഞാൻ നിന്നോട് കൂടെയുണ്ട്. Jesus didn't say that I will be with you for 40 years and then leave you, but he said as long as you are here I will be with you and love you. ആ കർത്താവിന്റെ സ്നേഹം കണ്ടോ? Do you see the love of Jesus? നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? He asked Peter, do you love me more than all of them? ആമേൻ. നമുക്ക് പള്ളി, സ്ഥാനം, ആമേൻ, പണം, ആമേൻ, മറ്റു പല പല വീട്ടുകാര്, ഇന്ന കുടുംബം, അവൻ ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ അവൻ അതിനപ്പുറത്തൊന്നുമില്ലെന്ന്. അതിനപ്പുറത്താ യേശു. Many of us we boast in our wealth. അതിനപ്പുറത്താ എന്റെ യേശുവിന്റെ സ്നേഹം. Many of us we boast in our family, our traditions, our wealth, but the love of Jesus is greater than all these things. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിന്റെ സ്നേഹം പരിധിയിൽ നിൽക്കത്തില്ല. അവൻ പരിധി വിട്ട് നമ്മെ സ്നേഹിച്ച ദൈവമാണ്. The love of Jesus does not have any limitations or conditions. He loved us unconditionally. ആമേൻ. മിനിഞ്ഞാന്ന് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ, Day before yesterday when I was sleeping, എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. I was unable to open my eyes. എന്റെ മുറിക്കകത്ത് ഞാൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് കർട്ടൻ എല്ലാം വലിച്ച് വെളിച്ചം കയറാതെ ഒന്നുറങ്ങാൻ ഇട്ടു. അവൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഭയങ്കര വെളിച്ചം, എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ആ കട്ടിലിൽ കിടന്ന് ഞാൻ ആത്മാവിൽ ചാടുവാൻ തുടങ്ങി. There, as I closed all the lights and I was trying to sleep, suddenly a great light came in the room. I was not even able to open my eyes. And as I lied down there, I heard a voice of God and I immediately got into the spirit. ദൈവം ആ സമയത്ത് നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളെ കുറിച്ച് കേൾപ്പിച്ചു. Immediately the Lord spoke to me about certain things that are going to take place. ദൈവസഭയുടെ വളർച്ചയുടെ ഏറ്റവും ഉന്നതയിൽ ഇനിയുള്ള സീസൺ എത്താൻ പോകുകയാണ്. Now onwards we are entering into a season where the greatest growth of the church is going to take place. Hallelujah. Hallelujah. സഭയെ ഫ്രീസ് ചെയ്യാൻ നോക്കും, പണം ഫ്രീസ് ചെയ്യാൻ നോക്കും, വ്യക്തികളെ കൊന്നുകളയും. ഇതെല്ലാം നടന്നാലും കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആമേൻ, ഞാൻ എന്റെ സഭയെ പണിയും. They may try to freeze the church, they may try to freeze the money. However, no matter what they do, they will not be successful because the Lord has said, I will build my church. കൈയടിക്കാതെ ജയിലിൽ ഇട്ടാലും സ്തോത്രം, ജയിലിൽ കാവൽക്കാരൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ ജയിലിലിട്ട ഓർഡറുകാരനെ ആമേൻ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. Even if they put you in jail, even if you're not able to do anything else, the Lord is able to bring that jailer to the faith. ഹല്ലേലൂയ. Hallelujah. കർത്താവ് എന്താ ചെയ്യാൻ പോകുന്ന? നഷ്ടപ്പെട്ടത് മുഴുവനും, നഷ്ടപ്പെട്ട ഇയർ, നിങ്ങളുടെ പഠനം, ജോലി നഷ്ടപ്പെട്ടു, ഫാമിലിയിൽ ആമേൻ സന്തോഷം നഷ്ടപ്പെട്ടു, വിവാഹം നടക്കാതെ മുടങ്ങി, കുഞ്ഞ് ജനിക്കാതെ വർഷങ്ങൾ നീണ്ടു. ഭാരപ്പെടണ്ട, മൊത്തം മടക്കി തരും. ഈ വചനം ഒരിക്കലും മാറത്തില്ല. Yes, the Lord is going to restore everything back in your life that you lost, be it your generations, your family, your wealth, your health. Everything that you lost, the Lord is going to restore because His word never fails. തരുന്നത് പാസ്റ്റർ സാമച്ചനല്ല. It is not Pastor Samachin who gives you a ministry. വേറൊരു പാസ്റ്റർ അല്ല. It is not another pastor. നിങ്ങളുടെ അകത്തൊരു പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit inside of you. ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവവചനം അനുസരിച്ച് നിൽക്കുമ്പോൾ, ആത്മദാഹം വരുമ്പോൾ നിങ്ങളുടെ മിനിസ്ട്രിയിലേക്ക് ദൈവം അഭിഷേകം ചെയ്യും. If you surrender to the Holy Spirit, if you yield to Him and obey His voice and walk, the Lord will anoint you. ആ സമയത്ത് ചില ദൈവദാസന്മാരെ നിങ്ങളുടെ മേൽ കൈവെക്കാൻ ദൈവം നിയോഗത്തിൽ അയക്കും. At that time, the Lord will speak to certain men of God to lay hands of you and send you. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. നാം എന്താ ചെയ്യേണ്ടത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ദൈവം നൽകി തരും. So what must we do? We must seek first the kingdom of God and His righteousness, and everything else will be added unto us. ആമേൻ. Amen. ഇന്ന്
ഏത് വിഷയത്തിലാണ് നിങ്ങൾ തകർന്നിരിക്കുന്നത്? Today, in what area of your life are you broken? നിങ്ങൾ ദൈവരാജ്യം അന്വേഷിച്ചാൽ, If you seek the kingdom of God, അതോടുകൂടെ നിങ്ങൾക്ക് മുഴുവനും കിട്ടും. along with that you will get everything else. മുമ്പേ അവന്റെ രാജ്യം. First, seek the kingdom of God. ഈ ബൈബിള് ആരനുസരിക്കും? Who will obey this Bible? മുമ്പേ അവന്റെ രാജ്യം. Seek first his kingdom. ഇത് ആരന്വേഷിക്കും? Who will seek this first? അവരുടെ മേൽ Upon them, സകല ബ്ലെസ്സിങ്ങും വരും. all the blessings of the Lord will be released. സകലവും Everything നിങ്ങൾക്കും you will receive. നിങ്ങളുടെ തലമുറയ്ക്കും Even your generation, ദൈവം നൽകും. God will do it. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ പ്രശ്നത്തിൽ എത്ര വീട്ടുകാർ വന്ന് സഹായിക്കും? In your problems, how many relatives will come and help you? ആമേൻ. എത്ര പേര് നമ്മെ ആമേൻ ഭൗതികമായി തന്ന് സഹായിക്കും? How many people will help you materially and financially? ആമേൻ. എത്ര പേര് നമ്മുടെ ഇവിടെ ആശുപത്രിയിൽ ഇരിക്കും? How many people will stay with you in the hospital? ചില ആഴ്ച കഴിയുമ്പോൾ എല്ലാവരും മാറിപ്പോകും. After a few weeks, everybody will move away. കർത്താവ് പറഞ്ഞു, മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. That's why Jesus said, first seek the kingdom of God and his അതോട് righteousness. കൂടി നിനക്ക് സകലവും, Along with that, you will receive everything. ഫിനാൻസ്, Finances, നിന്റെ രോഗസൗഖ്യം, your healing, അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു. your broken doors will be നിന്റെ opened. യുണീക് കോളിംഗിലേക്ക് വരുന്നു. You will enter into your unique calling. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. The Lord is the God who does miracles. ഇന്ന് പകൽ അത്ഭുതം ചെയ്യുന്ന ദൈവം ഇവിടെ ഉണ്ട്. Today, the God who does miracles is in this place. അവൻ വിശ്വസിച്ച് പറഞ്ഞാട്ടെ, Yes, believe and say, നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരാൻ പോകുന്നു. the Lord will restore everything that you lost. മരം വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. If a tree is cut down, it will be restored. നമ്മുടെ യേശുവിനെ അവർ വെട്ടി, They cut down and killed Jesus എന്നാൽ Christ. മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. However, he resurrected on the third day. അവർ ഓർത്തിനി അവൻ ഒരിക്കലും ഉയർക്കുകയില്ല. They thought he will never come back to life. വെട്ടിക്കളഞ്ഞ വൃക്ഷം, മനുഷ്യൻ എന്ന് പറയുന്നത് വൃക്ഷത്തെ കുറിക്കുന്നു. ജോസഫ് ഫലപ്രദമായ വൃക്ഷം, യേശുവിനെ വൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ ഓർത്തോണം, വെട്ടിയാൽ അത് ശക്തിയോടെ പൊട്ടിക്കിളിർക്കും. They cut down Jesus Christ, the tree. You must understand, in the Bible, the tree represents man. That's why it says Joseph is a fruitful tree. Jesus was the tree whom they cut down, but he was brought back to life. അവര് വിചാരിച്ചത് യേശുവിനെ കൊന്നാൽ ഈ ഉണർവും ഹീലിങ്ങും ഈ അഭിഷേകത്തിന്റെ പകർച്ചയും ആൾക്കാർ രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും നിന്നു പോകുന്ന. പത്രോസിനെയും പൗലോസിനെയും കൊന്നപ്പോഴും അവര് ചിന്തിച്ചത് അങ്ങനെ. പക്ഷേ അടുത്തതിലേക്ക് ഇതിങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. The people thought that when they killed Jesus or Peter or Paul, that healing, that revival, that move of God will stop. But as they killed them, this was continuously increasing and imparted to other people. എന്നെ ഒരുവൻ ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് നിമിത്തം കൊന്നുകളഞ്ഞാൽ അടുത്ത 10 എണ്ണം ഇവിടെ എഴുന്നേക്കും. If they kill me because of preaching the gospel, another 10 people will rise up. ലോകത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മരണം സംഭവിച്ചാൽ നിന്നുപോയെന്ന് വരും. എന്നാൽ കർത്താവിന്റെ സിസ്റ്റത്തിനകത്തുണ്ടല്ലോ, ഇത് നിന്നു പോകാൻ വേണ്ടിയല്ല താൻ കാൽവരി ക്രൂശിൽ മരിച്ചത്. ആർക്കും നിർത്താൻ പറ്റത്തില്ല. കാരണം തന്റെ രക്തം കാൽവറിയിൽ ചൊരിഞ്ഞത് അത് നമ്മെ ജീവിപ്പിക്കാനാണ്. There may be other things or institutions or programs that will stop if some people die. But the church of Jesus Christ will never die and it will never stop, because Jesus shed his blood on the cross to build his church. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്പർ 3 ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. We're going to talk about The one more power point. of hope in despair. നിരാശയുടെ നടുവിൽ പ്രത്യാശയുടെ ശക്തി. Let's talk about the power of hope in the midst of your despair. നിരാശയുടെ നടുവിൽ, In the midst of despair, പ്രത്യാശയുടെ ശക്തി. the power of hope. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നതിനകത്ത് ഇന്ന് പകൽ ഒരു പ്രത്യാശയുടെ ശക്തിയാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. In the midst of your despair and sadness right now, the Holy Spirit is willing to give you a hope. ഹല്ലേലൂയ. Hallelujah. ചിലത് ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നില്ലെങ്കിൽ അത് കഷ്ടതയ്ക്കകത്ത് നമ്മൾ ഇരിക്കുകയാണ്. If certain things are delayed in your life and it's not happening as per your time, then you are suffering maybe. റോമർ 5:3-4 പഠിക്കുമ്പോൾ When we read Romans 5 verse 3 നാം and 4, കഷ്ടതയിലും പ്രശംസിക്കുന്നു.
Not only so, but we also glory in our sufferings. നമ്മുടെ കഷ്ടങ്ങൾ Because our suffering, നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു പവർഫുൾ ഫോഴ്സ് ആണ് പ്രത്യാശ. because hope is a powerful force that helps us to stand strong in our struggle. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. We are not unable to go ചില forward. കഷ്ടങ്ങൾ കൊണ്ട് നമ്മെ തടഞ്ഞു നിൽക്കുന്നു. Some struggles are blocking us in our life. എന്നാൽ നമ്മുടെ പ്രത്യാശ ആ കഷ്ടങ്ങളെ മുഴുവൻ ജയിച്ചു മുന്നോട്ട് പോകും. However, our hope will win over every trouble and difficulty in our life. ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. The Lord has given us a hope that is built upon His faithfulness. ലോകത്തിലുള്ളവർ എപ്പോഴും കറണ്ട് സിറ്റുവേഷനെ നോക്കിയുള്ള പ്രത്യാശയാ. എന്നാൽ നമ്മുടെ പ്രത്യാശ കറണ്ട് സിറ്റുവേഷനെ നോക്കിയല്ല, നമുക്ക് വേണ്ടി നടത്തി തരാൻ കഴിവുള്ള ദൈവത്തെ നോക്കിയുള്ള പ്രത്യാശയാണ്. The people of this world have their hope based on the external situations, but our hope is not based on our current circumstances. It is based on the power of God who is able to do anything in our life. Hallelujah. Hallelujah. Living the newness, amen, of life. പുതുക്കപ്പെട്ട ഒരു ജീവിതാനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവം ഇടയാക്കാൻ പോകുകയാണ്. Yes, the Lord is going to enable you to live in a newness of life. ആമേൻ. തലമുറകൾക്കുള്ള വിടുതല് പ്രത്യക്ഷമായി ഇവിടെ സാക്ഷി പറയത്തക്കവണ്ണം ദൈവം ചില വിടുതലിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. In today's meeting and in the coming weeks, there are great deliverances that are going to take place for your generations, and you are going to testify of that. ആമേൻ. കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്. Yes, the Lord is going to do that. ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകും. The Lord is going to raise up your generation. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. God is going to do miracles. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? Are you able to believe that? ആമേൻ. Hallelujah. ഒരു റിന്യൂവൽ ആൻഡ് റിസറക്ഷൻ ആമേൻ സംഭവിക്കാൻ പോകുന്നു. Yes, a renewal and a resurrection is going to take place in your life. ആമേൻ. ഒരു പുതുക്കം തരാൻ പോകുകയാണ്. God is going to give you a renewal. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു എഴുന്നേൽപ്പ് വരാൻ പോകുകയാണ്. In your prayer point, in your prayer issues, a resurrection is going to take place. ഇതുവരെ നടക്കാത്ത ചില വിടുതലുകളുമായി നിങ്ങൾ മടക്കാൻ പോകും. Certain deliverances that have been stuck until now, you are going to go back with your answer. ചിലരുടെ കുടുംബത്തിൽ എന്നും വഴക്കും പ്രശ്നവും തമ്മിൽ യോജിച്ചു പോകാൻ പറ്റുന്നില്ല. In some of your families, there are always struggles and fights. You're unable to live in unity. 6 മാസം ഒരുമിച്ച് സന്തോഷിക്കും, അടുത്ത 6 മാസം ഭയങ്കര സ്ട്രഗിളിംഗ്. 6 months you may live happily together. The next 6 months you are having a lot of ഇത് struggling. വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. And this is something that is happening for many എന്നാൽ ഒരു years. കാര്യം ഞാൻ നിങ്ങളോട് പറയാം. However, I want to tell you one thing. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ In your life, when you take a decision for God, ഉപേക്ഷിക്കേണ്ടത് മൊത്തം ഉപേക്ഷിക്കണം. you must leave everything you must leave. നിങ്ങളുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കണം. You must decide with your mind. ഞാൻ ആ ഡ്രഗ്സ് ആ ലഹരി ഞാൻ ഉപയോഗിക്കത്തില്ലെന്ന് തീരുമാനിക്കണം. You must decide that I will not use that drug anymore. അവൻ നിങ്ങൾ തീരുമാനിക്കണം ഞാൻ വചനം അനുസരിച്ച് ജീവിക്കുമെന്ന്. You must decide that I will live according to the word of God. നിങ്ങൾ തീരുമാനിക്കണം ഞാൻ ഇനിയുള്ള ജീവിതം ആമേൻ പലതും നഷ്ടപ്പെടുത്തി ഇനിയുള്ളത് ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. You must decide that even though I destroyed a lot of my life in the past, I will not destroy my life again. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ജനറേഷനെ കുറിച്ച് ഭാരപ്പെടുന്ന വലിയൊരു കൂട്ടം ഞാൻ ഇപ്പൊ എഴുന്നേൽപ്പിച്ചാൽ ഇവിടെ എഴുന്നേൽക്കും. പക്ഷേ ഇന്ന് പകൽ ഞാൻ എഴുന്നേൽപ്പിക്കുന്നില്ല. ദൈവം ഒരു മിറക്കിൾ ചെയ്യാൻ പോകുകയാണ്. I know that if I tell you to stand, there are many people who are having struggles in relation to your generation. But I'm not going to tell you to stand up. But the Lord is doing a great miracle today. നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റാൻ The പോകുകയാണ്. Lord is going to change your life. എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. Everyone stand up, let's pray. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. Everyone close your eyes and pray. ഇന്ന് പകൽ കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. Today morning the Lord is showing me a vision. ഇതിനകത്ത് വന്നിരിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. The Lord is going to do some miracles in the midst of some families who are here today. ദൈവത്തിന്റെ കരം ചലിപ്പിക്കപ്പെടാൻ പോകുന്നു. The hand of the Lord is going to move. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. In the name of Jesus, let it happen. കർത്താവ് എന്നെ ഷെറിൻ എന്നൊരു പേര് കാണിക്കുന്നു. The Lord is showing me a name called Sherin. ആമേൻ. ആ ഷെറിന്റെ കുടുംബത്തിനകത്ത് In the family of that Sherin, ദൈവത്തിന്റെ അത്ഭുത കരം ചലിപ്പിക്കപ്പെടാൻ പോകുന്നു. the miraculous hand of God is going to move. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു. In
In the name of Jesus, a work of God is happening in that ഇതുവരെ family. നിങ്ങൾ പോയ തകർച്ചകൾ ദൈവം മാറ്റാൻ പോകുന്നു. The destruction that you went through until now, the Lord is going to shift it. ആമേൻ. നിങ്ങളുടെ കുടുംബത്തെ ദൈവം നന്നായി പണിയാൻ പോകുന്നു. Yes, the Lord is going to build your family. ഇന്ന് പകൽ തലമുറയുടെ പ്രശ്നം നിമിത്തം തകർന്നിരിക്കുന്നവർ ഓടി മുമ്പോട്ട് വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Yes, those of you who are struggling in relation to your generation's issues, come forward. I'm going to pray for you. നിങ്ങളുടെ കുടുംബത്തിൽ ആഞ്ഞടിക്കുന്ന ഘട്ടങ്ങൾ, The problems that are and the storms that are against your family, പ്രശ്നങ്ങൾ, the problems. ഇത് കർത്താവിനെ തെറിപ്പിക്കാൻ പോകുകയാണ്. Yes, today the Lord is going to remove that. തലമുറയോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് നിൽക്കുന്നവർ ഓടി മുമ്പോട്ട് വരിക. Those of you who are struggling in relation to your ഇന്ന് generation, പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. today morning I'm going to pray for you. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു മിറക്കിൾ ചെയ്യാൻ പോകുന്നു. Yes, the Lord is going to do a miracle in your life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. The Holy Spirit is going to bring you into a great change. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. The Lord is going to do great things for you. ഇന്നത്തെ ദിവസം ഒരു വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിക്കാൻ പോകും. Today morning a great deliverance is going to happen in your family. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ തകർന്നിരിക്കുന്നവർക്ക് ദൈവം ഒരു വലിയ മറുപടി, ഒരു വലിയ വിടുതൽ ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. Those of you who are struggling and broken to receive children, നിങ്ങൾ God is going to പോയ answer you. എല്ലാ പാതകളും ദൈവം തുടച്ചു മാറ്റാൻ പോകുകയാണ്. The Lord is going to restore every path that you walk നിങ്ങളുടെ through. കുടുംബത്തിൽ പല മരണം നടന്നു. Many deaths happened in your family. മക്കൾ മരിച്ചുപോയവർ, Your children were lost. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, But today morning the Lord is ഒരു saying, കുഞ്ഞിക്കാല് പോലും കാണത്തില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചു. you thought that you will not see any children. എന്നാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. However, the Lord is going to do miracles in your life. അവൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everyone pray. ഇന്ന് പകൽ നിങ്ങളെ തകർക്കുന്ന വെട്ടിക്കളഞ്ഞ ആമേൻ മേഖലകൾ അധ്യായം ദൈവം തുറക്കാൻ പോകുകയാണ്. Today morning, everything that is trying to destroy you, the Lord is going to destroy. വെട്ടിക്കളഞ്ഞ സ്ഥാനത്തുനിന്ന് മുളകൾ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും ദൈവം തുറക്കാൻ പോകുകയാണ്. From the place where everything you needed was cut down, the Lord is going to produce new shoot and new fruit. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? Are you able to believe it? വെട്ടിക്കളഞ്ഞ സ്ഥാനത്തുനിന്ന് ചില മുളകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. From the place where it was cut down, the Lord is going to give you some fruit. കർത്താവ് നിങ്ങളെ തൊടുന്ന ദൈവമാണ്. The Lord is the God who will touch നിങ്ങൾ your life. കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. Lift up your hands and pray. ഇന്ന് പകൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. ആമേൻ. കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നൊരു തീരുമാനമെടുത്തോ. തലമുറകളിൽ മിറക്കിൾ സംഭവിക്കാൻ പോകുകയാണ്. Today morning you must take a decision. I will live for God. I will stand for God. നിങ്ങളുടെ Great changes will തലമുറയ്ക്ക് happen. ദൈവം ഒരു വ്യത്യാസം വരുത്താൻ പോകുന്നു. The Lord is going to bring a great difference for your അത് family. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. You will see that with your eyes. നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം ഒരു വ്യത്യാസം വരുത്താൻ പോകുന്നു. The Lord is going to bring a difference for your അത് generation. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. You will see that with your own eyes. നിന്റെ തലമുറയ്ക്കും നിന്റെ ഗ്രാൻഡ് ചിൽഡ്രനും ഒരു മാറ്റം വരുത്താൻ പോകുന്നു. അത് നീ കാണാൻ പോകുകയാണ്. The Lord is going to bring a change for you and your children and your grandchildren. ആമേൻ. നിന്റെ തലമുറയ്ക്ക് ദൈവം ഒരു മാറ്റം വരുത്താൻ പോകുന്നു. The Lord is going to bring a change for your generation. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. let a miracle happen. കർത്താവിനെ കാണിക്കുന്നു. നിന്റെ ഒരു വാഹനം ലോറിയോട് ബന്ധപ്പെട്ട് വലിയൊരു കേസ് വരുത്തി അതിനകത്ത് തകർത്ത് 3 പേരുടെ ജീവനെ ഒടുക്കാൻ വെച്ചിരുന്ന ഒരു സംഭവത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചു. The Lord is telling me related to your lorry, a case, somebody was trying to destroy you and 3 people were affected, but the Lord has saved you. ഇന്ന് ആ ചങ്ങല പൊട്ടുന്നു. Today that chain is being broken. നിന്റെ ഒരു വീട്ടിൽ നിന്ന് വീടിന്റെ പുറകോട്ട് ഇറങ്ങുമ്പോൾ 3ാമത് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പിനടിയിൽ അധരാജകസ്യാജ കുശലം പറഞ്ഞ് വന്ന് വെച്ചിട്ട് പോയ ബന്ധനം, ആ വിച്ച് ക്രാഫ്റ്റ് യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടട്ടെ. In your house there is a staircase. Under the 3rd step,
somebody came and did some witchcraft, but at this moment the Lord is breaking that. Riba kabalaba shambalaba kalaba shamta. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? Do you understand that? വീടിന്റെ പഴയ വീടിന്റെ പുറകിലോട്ട് ഇറങ്ങുന്നിടത്ത് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് കൊണ്ട് ഈ വാഹനത്തോട് ബന്ധപ്പെട്ട് ഒരു തകിടുമായി ബന്ധപ്പെട്ട് വെച്ചത് കർത്താവ് ഇന്ന് പൊട്ടിക്കുന്നു. നിങ്ങളുടെ വീടിനകത്ത് നടക്കാത്ത ചില വിടുതല് ദൈവം ഇന്ന് ചെയ്തിരിക്കുന്നു. In your house, under the third step, somebody came and kept something related to a witchcraft, but the Lord is breaking that, and whatever was stuck is restored today. അടുത്ത 7 ദിവസത്തിന് ഇങ്ങോട്ട് നോക്ക്. 7 ദിവസത്തിനകം നിങ്ങളുടെ വീടിനകത്ത് ചില മിറക്കിൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. Within the next 7 days, you're going to see a miracle in your family, in your life. Hallelujah. വചനപ്രകാരം നിന്നാൽ ആമേൻ, miracles and miracles നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുകയാണ്. You must stand according to the word of God. If you do that, miracles after miracles will happen in your life. Hallelujah. 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 കർത്താവേ, ഈ മുമ്പോട്ട് വന്ന ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Lord, I bless these people who've come forward. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, തലമുറകളുടെ മേൽ ഒരു വിടുതൽ നടക്കുകയാണ്. Yes, as I said, a generational deliverance is happening in this place. അവരുടെ വിവാഹം, Their marriages, അവരുടെ പഠനം, their studies, ഫിനാൻസ്, their finances, ഹെൽത്തിലുള്ള ഇഷ്യൂസ്, their health issues, ഇതെല്ലാം സോൾവ് ചെയ്യാൻ പോകും. all these things are going to be solved. ഇന്ന് ഇവിടെ നടക്കുന്നത് ജനറേഷനെ കുറിച്ച് ഭാരത്തിൽ വന്ന ആമേൻ കുടുംബത്തിനകത്ത് ഇന്ന് ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. All the people who've come here with a burden for your generations, a breakthrough is happening here. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനാണ്. This is the last chance that the Lord is giving you. You are somebody who has to be useful for the Lord's work. എന്നാൽ ഈ ദിവസങ്ങൾ നീ സകലത്തെ ജയിക്കണം. In these coming days, you must overcome every trouble. നിങ്ങൾ കുടുംബമായി ആത്മീയ ആരാധനയിൽ ശക്തിപ്പെടണം. As a family, you must grow and strengthen in spiritual worship. നിങ്ങൾ ഒരേ തീരുമാനത്തിൽ വരുമ്പോൾ, When you come into a united decision, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ചില കൊടുങ്കാറ്റ്, ചില ഇഷ്യൂസ് ആമേൻ ഉയർന്നു വരും, താഴെ പോകും, ഉയർന്നു വരും, താഴെ പോകും, സന്തോഷിക്കും, സങ്കടപ്പെടും, ചിരിക്കും, പെട്ടെന്ന് കരയും. ഇന്ന് അത് ദൈവം സീസൺ മാറ്റാൻ പോകുകയാണ്. in your life, you're one day happy, another day you're sad. One day you're blessed, another day you're having troubles. However, if you stand for the Lord, God is shifting your season. Hallelujah. Hallelujah. ഇന്ന് എന്തോ ഒരു ഭയങ്കര ഷിഫ്റ്റിംഗ് ജനറേഷനോട് ബന്ധപ്പെട്ട് ദൈവം ചെയ്യാൻ പോകുകയാണ്. Today, a great shifting the Lord is going to do in relation to your generations. ഒരു മാത്തുക്കുട്ടി വർഗീസിന്റെ ഭവനത്തിൽ ഒരു ഭയങ്കര മാറ്റം ദൈവം കൊടുക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ The കാണിക്കും. Lord is showing me a vision where the Lord is bringing a great change in the family of somebody named Mathukutti ഓ, Varghese. ദൈവം ഒരു ഭയങ്കര മാറ്റം കൊടുക്കുന്നു. Yes, the Lord is giving a great change. ദൈവത്തിന്റെ കരം ചലിപ്പിക്കപ്പെടുന്നു. Yes, the hand of the Lord is going to move. ഇന്ന് പകൽ ഒരു ഭയങ്കര തീരുമാനം ഇവിടെ നിൽക്കുന്നവരെടുത്തോണം. Today morning, all of you standing here, you must take a strong decision. ഞാൻ ഇനി ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. Now, if I live again, I will live for Christ. ഇനി മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കും. If I die, I will die for Christ. ഞാൻ ആ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും. I will stand for holiness. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. I will not defile myself. ഞാൻ ഈ വചനം അനുസരിക്കും. I will obey the word of God. ഞാൻ സ്നാനപ്പെടും. I will be baptized. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. I will receive the baptism of ഈ the Holy Spirit. ദൈവ വചനം ഞാൻ അനുസരിക്കും. I will obey the word of God. എന്നെ കർത്താവ് കാണിക്കുന്നു, ഈ ജനത്തിന്റെ മേളിൽ ഒരു പുതപ്പ് പാറി പറക്കുകയാണ്. The Lord is showing me a mantle, a blanket is upon these people right now. Rabakalaba shamda laba, rabakalaba shamda, rabakalaba shamda laba,
റീബല പ്രവാദക പ്രവാദന. ഈ ഡിപ്രഷൻ മോഡിൽ ഇരിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ഇന്ന് മിറക്കിൾ നടന്നിട്ടുണ്ട്. Those families who are under depression, a miracle has happened. അത് ഇവനിൽ നടന്നിട്ടുണ്ട്. It has happened in you. ഇവനിൽ ഒരു ഡിപ്രഷൻ, ഒരു ഭയത്തിന്റെ പോരുണ്ട്. കർത്താവ് ഇന്ന് അത് അഴിക്കുകയാണ്. There is a depression, a fearful spirit in you. The Lord is delivering you ഇന്ന് today. തലമുറ ഉറങ്ങുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആമേൻ കരയുന്ന, ആമേൻ ഡിപ്രസ്ഡ് ചില മൂടായിരിക്കുന്നത് ദൈവം അത് തെറിപ്പിച്ചു കളയും. There are some situations where some children are afraid. When they sleep alone, they start getting depressed and cry. So the Lord is delivering you. ഡ്രഗ്സ് റിലേറ്റഡ് ആയി, ആൽക്കഹോളിക് അഡിക്ഷൻ ആയി ഇരിക്കുന്ന ചില സ്പിരിറ്റ് ഉണ്ട്. ദൈവം അതിനെ ക്യാൻസൽ ചെയ്യുന്നു. In some of your lives, there are some drug addiction and alcohol addiction, some spirits related to that. But the Lord is breaking all that from your life. കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യും. Lord, I bless these people. ആമേൻ. ഏതോ ഒരു റോയിന്ന് പേരുള്ള കുടുംബവുമായി ബന്ധപ്പെട്ട ആരും ഇവിടെ വന്നിട്ടുണ്ട്. There's somebody who's come here related to the name Roy. ആമേൻ. ആ കുടുംബത്തിനകത്ത് ഒരു ഭയങ്കര മാറ്റം ദൈവം കൽപ്പിക്കുകയാണ്. The Lord is commanding a great change in your life. യേശുവിൻ നാമത്തിൽ ഈ വന്ന ജനത്തെ ബ്ലസ് ചെയ്യും. In the name of Jesus, I bless the അവരുടെ people. മേലെ സൗഖ്യം ഇറങ്ങട്ടെ. Lord, let that healing come upon them. വിടുതൽ നടക്കട്ടെ. Let the deliverance happen. അത്ഭുതത്തിനായി നന്ദി പറയുന്നു. Lord, I thank you for your miracle. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus.